All of you welcome to on another video of SS General Education. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ COVID-19 സൃഷ്ടിച്ച വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന് വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഞാൻ സുവോളജി ഓൺലൈൻ ക്ലാസ് നിർമ്മിക്കുന്നതും അത് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതും SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാനലിലൂടെ. ഇനി ഈ വീഡിയോ +1 വിദ്യാർത്ഥികൾക്ക് അവരുടെ പബ്ലിക് എക്സാം നല്ല രീതിയിൽ എഴുതുന്നതിനും അതുപോലെ +2 വിദ്യാർത്ഥികൾക്ക് അവരുടെ +1 ഇംപ്രൂവ്മെൻറ്റ് ബയോളജി എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനും വളരെയേറെ ഗുണകരമാകും. എല്ലാ +1 +2 ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ പറ്റുമെങ്കിൽ SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ എഡ്യൂക്കേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2ാമത്തെ ഭാഗത്തിൽ വരുന്ന, അതായത് കോക്രോച്ച് മോർഫോളജി ആൻഡ് അനാട്ടോമി ഓഫ് കോക്രോച്ച് എന്ന് പറയുന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറുകളും പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സിസ്റ്റമാറ്റിക് പൊസിഷൻ ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ. കിങ്ഡം അനിമേലിയ, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്റ്റ, ജീനസ് പെരിപ്ലാനേറ്റ, സ്പീഷീസ് അമേരിക്കാന. അടുത്ത ചോദ്യം, വാട്ട് ആർ സ്ക്ലീറൈറ്റ്സ്? എന്താണ് സ്ക്ലീറൈറ്റ്സ് എന്നാണ്. ഈ കോക്രോച്ചിൻ്റെ എക്സോസ്കെലിട്ടൺ നിർമ്മിച്ചിട്ടുള്ള കൈറ്റിൻ കൊണ്ടുള്ള ആവരണത്തെ വിളിക്കുന്ന പേരാണ് സ്ക്ലീറൈറ്റ്സ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. സ്ക്ലീറൈറ്റിൻ്റെ, അതായത് കോക്രോച്ചിൻ്റെ ഡോർസൽ സൈഡിൽ മുതുക് ഭാഗത്ത് കാണപ്പെടുന്ന പ്ലേറ്റ്സിനെ വിളിക്കുന്ന പേര് ടർഗൈറ്റ്സ് എന്നും, എന്നാൽ അടിഭാഗത്ത് വെൻട്രൽ ഭാഗത്ത് കാണുന്നതിനെ വിളിക്കുന്ന പേര് സ്റ്റെർനൈറ്റ്സ് എന്നുമാണ്. ഇവ രണ്ടിനെയും കൂടെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും ആർത്രോഡിയൽ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. ഇൻ ഈച്ച് സെഗ്മെൻറ്റ് ഓഫ് കോക്രോച്ച് എക്സോസ്കെലിട്ടൺ ഹാസ് ഹാർഡൻഡ് പ്ലേറ്റ്സ് കാൾഡ് സ്ക്ലീറൈറ്റ്സ്. അതിൽ ഡോർസലിനെ വിളിക്കുന്ന പേര് ടർഗൈറ്റ് എന്നാണ്, വെൻട്രലിനെ വിളിക്കുന്ന പേര് സ്റ്റെർനൈറ്റ്, വിച്ച് ആർ ജോയിൻഡ് ടുഗദർ ബൈ എ ഫ്ലെക്സിബിൾ ആർട്ടിക്കുലാർ മെംബ്രെയിൻ കാൾഡ് ആർത്രോഡിയൽ മെംബ്രെയിൻ. ചിത്രത്തിൽ നമുക്ക് കാണാം. മുകളിലുള്ളത് കോക്രോച്ച് സ്ക്ലീറൈറ്റ്സിൻ്റെ ഒരു പൊതുവിലുള്ള ചിത്രമാണ്. ഇനി സ്ക്ലീറൈറ്റ്സിൻ്റെ വ്യക്തമായ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ടർഗൈറ്റും താഴെ സ്റ്റെർനൈറ്റും അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കണക്റ്റീവായിട്ടുള്ള ആർത്രോഡിയൽ മെംബ്രെയിനും ഒക്കെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഹൗ മെനി സെഗ്മെൻറ്റ്സ് ആർ ഇൻ ഹെഡ് ഓഫ് കോക്രോച്ച്? കോക്രോച്ചിൻ്റെ ഹെഡിലെ എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ടെന്നാണ്. 6 സെഗ്മെൻറ്റുകളാണുള്ളത്. മെൻഷൻ ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. മൗത്ത് പാർട്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് മൗത്ത് പാർട്സ് ആർ ച്യൂയിങ് ആൻഡ് ബൈറ്റിംഗ് ടൈപ്പ് മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിനുള്ളത്. അതായത് ച്യൂയിങ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബൈറ്റ് ചെയ്യുന്നതിനുമുള്ള മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിന് കാണപ്പെടുന്നത്. മൗത്ത് പാർട്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ചിത്രം തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പേരുകൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതിലേറ്റവും മുകളിൽ അപ്പർ ഭാഗത്ത് ലേബ്രം അഥവാ മേൽചുണ്ട് കാണപ്പെടുന്നു. അതിന് താഴെ എ പെയർ ഓഫ് മാൻഡിബിൾ കാണാം. മിഡിൽ ഭാഗത്തായിട്ട് സിംഗിൾ ഹൈപ്പോഫാരിങ്സ് അഥവാ ടങ് ഓഫ് കോക്രോച്ച് ഉണ്ട്. ബിലോ ദാറ്റ് എ പെയർ ഓഫ് മാക്സില എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ ഏറ്റവും താഴെ ലേബിയമുണ്ട്. ലേബിയം എന്ന് പറഞ്ഞാൽ കീഴ്ചുണ്ട്. മെൻഷൻ ദ നെയിം ഓഫ് തൊറാസിക് പാർട്സ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ തൊറാസിക് പാർട്സിനെ പറ്റി വിവരിക്കുക. കോക്രോച്ചിൻ്റെ തൊറാക്സിൽ 3 ഭാഗങ്ങളാണുള്ളത്. പ്രോ തൊറാക്സ്, മീസോ തൊറാക്സ്, മെറ്റാ തൊറാക്സ്. ഹെഡ് കണക്റ്റഡ് ടു എ ഷോർട്ട് നെക്ക്. ഹെഡ് നെക്കുമായിട്ട് ഷോർട്ടായിട്ടുള്ള നെക്കുമായിട്ട് കണക്ട് ചെയ്യും. അതിന് താഴെയാണ് തൊറാക്സ് വരുന്നത്. തൊറാക്സിക് സെഗ്മെൻറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സെഗ്മെൻറ്റിലും ഓരോ ജോഡി കാലുകൾ വീതം കാണും. ഈച്ച് തൊറാസിക് സെഗ്മെൻറ്റ് ബിയേഴ്സ് എ പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ്. ഇനി തൊറാക്സിൽ 2 ജോഡി വിങ്സ് ഉണ്ട്. ഫോർ വിങ്സുമുണ്ട്, ഹൈൻ വിങ്സുമുണ്ട്. ഇതിൽ ഫോർ വിങ്സിനെ വിളിക്കുന്ന പേര് ടെക്മിന എന്നാണ്, ആ കളർഫുള്ളായിട്ടുള്ള ഭാഗം. അതിൻ്റെ പ്രത്യേകത അത് ഒപ്പേക്കാണ്. ലൈറ്റ് കടന്നു പോകുന്നതല്ല, നല്ല കട്ടിയുള്ളതാണെന്ന് അർത്ഥം. ഒപ്പേക്ക് ഡാർക്കാണ്. അതുപോലെ തന്നെ ഇറ്റ് കവർ ദ ഹൈൻ വിങ്സ്. അതായത് ഏറ്റവും നമുക്ക് കോക്രോച്ചിനെ കാണുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ 2 ചിറവുകളുണ്ടെന്നേ തോന്നുള്ളൂ. ആ ചിറവുകൾ വിരിക്കുമ്പോൾ മാത്രമാണ് അതിനകത്ത് ഹൈൻ വിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് ഫോർ വിങ്സ് മാത്രമേ കാണാൻ പറ്റൂ. അത് ഹൈൻ വിങ്സിനെ പൊതിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനെ പൊതുവിൽ വിളിക്കുന്ന പേര് ടെക്മിന എന്നാണ്. അത് ഒപ്പേക്കാണ്, കട്ടിയുള്ളതാണ്. കൂടുതലായിട്ട് പറക്കുവാൻ സഹായിക്കുന്നത് ഈ ടെക്മിന അല്ല, അതിൻ്റെ താഴെ കാണപ്പെടുന്ന ഹൈൻ വിങ്സ് ആണ് പറക്കുവാൻ സഹായിക്കുന്നത്. ഫോർ വിങ്സ് ഓർ ടെക്മിന ആർ ഒപ്പേക്ക്, ഡാർക്ക് ആൻഡ് കവർ ദ ഹൈൻ വിങ്സ് വെൻ ഇറ്റ് റെസ്റ്റ്. അത് റെസ്റ്റിലിരിക്കുമ്പോൾ കവർ ചെയ്യും. ഇനി
hind wings are transparent, membranous and also used for flight. യഥാർത്ഥത്തിൽ ഫ്ലൈറ്റിന് സഹായിക്കുന്നത് ഈ ഹൈൻഡ് വിങ്സ് ആണ്. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ കോക്രോച്ച് ആൻഡ് ഫീമെയിൽ കോക്രോച്ച്. മെയിൽസിൻ്റെ ക്യാരക്ടേഴ്സും ഫീമെയിൽസിൻ്റെ ക്യാരക്ടേഴ്സും രണ്ട് സൈഡിലായിട്ട് ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൽസ് ലാർജർ ആണ്, ബട്ട് ഫീമെയിൽസ് സ്മോളർ. മെയിൽസിൽ വിങ്സ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ടിപ്പ് ഓഫ് അബ്ഡമൻ. അതായത് വിങ്സ് ഇതിൻ്റെ അബ്ഡമൻ മുഴുവൻ മറയ്ക്കുന്നുണ്ട് മെയിൽസിന്. പക്ഷേ ഫീമെയിൽസിന് അങ്ങനെയല്ല, വിങ്സ് നോട്ട് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ടിപ്പ് ഓഫ് അബ്ഡമൻ. വിങ്സ് അതിൻ്റെ അബ്ഡമനിൽ പൂർണ്ണമായും മറയ്ക്കുന്നില്ല, കുറച്ച് അബ്ഡമൻ നമുക്ക് വെളിയിൽ കാണാം. ഏനൽ സ്റ്റൈൽ പ്രസൻ്റ് ആണ് മെയിൽസിൽ, പക്ഷേ ഏനൽ സ്റ്റൈൽ ആബ്സെൻ്റ് ആണ് ഫീമെയിൽസ്. അത് ചിത്രത്തിൽ കാണാം. ഇനി നാരോ അബ്ഡമൻ ആണ് മെയിൽസിനുള്ളത്, എന്നാൽ ബ്രോഡ് അബ്ഡമൻ ആയിരിക്കും ഫീമെയിൽസിൽ കാണുന്നത്. ഇനി ബ്രൂഡ് പൗച്ച് എന്ന് പറയുന്ന റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ഭാഗം മെയിൽസിനില്ല, പക്ഷേ ഫീമെയിൽസിന് ഉണ്ട്. എക്സ്പ്ലെയിൻ ദ പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പാർട്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അലിമെൻ്ററി കനാൽ ഹാസ് 3 പാർട്സ്: ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്. ആദ്യം ഫോർഗട്ട്. ഫോർഗട്ടിൽ ലൈൻ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിൾ ഒരു ലെയറുണ്ട്. ഇനി ഫോർഗട്ടിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൗത്ത് വരും, അതിന് തൊട്ട് താഴെയായിട്ട് ഫാരിങ്സ് കാണും, പിന്നീട് നീണ്ട ഒരു ഈസോഫാഗസ് ഉണ്ട്. അടുത്തത് ക്രോപ്പ്, ഒരു നല്ല ബലൂൺ പോലുള്ള ഒരു ക്രോപ്പ് കാണാം. അത് ടെമ്പററി സ്റ്റോറേജിനാണ് സഹായിക്കുന്ന ആഹാരത്തിൻ്റെ. അതുപോലെ അതിന് താഴെ ചെറിയൊരു നല്ല കട്ടിയുള്ള ഗിസാർഡുണ്ട്. ഗിസാർഡിൻ്റെ ജോലി ആഹാര പദാർത്ഥങ്ങളെ ചവച്ചരയ്ക്കുന്നത് പോലെ ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കും. ചവച്ചരയ്ക്കാനല്ല, ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കും. ഇനി ഗിസാർഡ് ഹെൽപ്പ് ഇൻ ഗ്രൈൻഡിങ് ഓഫ് ഫുഡ്. ഇറ്റ് ഹാസ് 6 കൈറ്റിനസ് പ്ലേറ്റ്സ്. നമുക്ക് പല്ലുകൾ യഥാർത്ഥത്തിൽ വായിക്കാത്താവുള്ളത്. യഥാർത്ഥത്തിൽ ഈ കോക്രോച്ചിന് പല്ലുകൾ പോലുള്ള സംഗതികൾ ഇരിക്കുന്ന കൈറ്റിനസ് പ്ലേറ്റ്സ് ഇരിക്കുന്നത് അതിൻ്റെ ഗിസാർഡിലാണ്. അവിടെ വെച്ചാണ് ഗ്രൈൻഡിങ് പ്രോസസ്സ് നടക്കുന്നത്. അടുത്തത് മിഡ്ഗട്ട്. മിഡ്ഗട്ടിനെ വിളിക്കുന്ന പേര് മീസെൻട്രോൺ ആണ്. ഇറ്റ് ഈസ് നോട്ട് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ, അതാണ് പ്രത്യേകത. ഇനി ഈ മിഡ്ഗട്ട് ആരംഭിക്കുന്നത് ഈ ഗിസാർഡ് അവസാനിക്കുന്ന ഭാഗത്തു നിന്നാണ് മിഡ്ഗട്ട് ആരംഭിക്കുന്നത്. അതിൻ്റെ ആരംഭ ഭാഗത്ത് 6 to 8 ട്യൂബ്യൂൾസിന് കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് ഹിപ്പാറ്റിക് ട്യൂബ്യൂൾസ്, അല്ലെങ്കിൽ ഹിപ്പാറ്റിക് CK, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് CK, which will produce digestive enzymes help for digestion. ഡൈജഷന് വേണ്ടിയുള്ള ഡൈജസ്റ്റീവ് എൻസൈംസും ജ്യൂസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിപ്പാറ്റിക് CK ആണ്. അതിൻ്റെ എണ്ണം 6 മുതൽ 8 വരെയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് ദർ ഈസ് 100 to 150 yellow colored fine tubes called Malpighian tubes, which are excretory in function. യഥാർത്ഥത്തിൽ ഈ മിഡ്ഗട്ട് അവസാനിച്ചിട്ട് ഹൈൻഗട്ട് തുടങ്ങുന്ന ഭാഗത്ത് മഞ്ഞ നിറത്തിലുള്ള 100 മുതൽ 150 വരെ ചെറിയ ഫൈൻ ട്യൂബ്സ് കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്സ്. ബോഡിക്കകത്തുള്ള വേസ്റ്റിനെ വലിച്ചെടുത്ത് അലിമെൻ്ററി കനാലിലൂടെ ഇത് പുറത്തേക്ക് കളയും. ഹൈൻഗട്ട് ഈസ് ബ്രോഡർ ദാൻ മിഡ്ഗട്ട്. ഹൈൻഗട്ട് includes ഇലിയം, കോളോൺ ആൻഡ് റെക്ടം. ഇലിയം എന്നും കോളോൺ എന്നും റെക്ടം എന്നും പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. റെക്ടം പുറത്തേക്ക് തുറക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആനസ്. ഇനി കോക്രോച്ച് ഹാസ് എ പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് റെസെപ്റ്റക്കിൾ വിച്ച് ഓപ്പൺസ് ഓൺ മൗത്ത് ത്രൂ ഹൈപ്പോഫാരിങ്സ്. യഥാർത്ഥത്തിൽ ഈ കോക്രോച്ചിന് ഡൈജസ്റ്റീവ് ഗ്ലാൻഡായിട്ട് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒന്ന് ഒരു ജോഡി സലൈവറി ഗ്ലാൻഡ്സും അവയുടെ സെക്രീഷനെ സ്റ്റോർ ചെയ്യുന്ന സലൈവറി റെസെപ്റ്റക്കിൾസുമാണ്. ഇത് തുറക്കുന്നത്, കോക്രോച്ചിൻ്റെ വായിലേക്ക് തുറക്കുന്നത് ഹൈപ്പോഫാരിങ്സ് അഥവാ ടങ്ങിലൂടെയാണ്. ഇനി ഡിസ്ക്രൈബ് സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം. സർക്കുലേഷൻ ഈസ് ഓപ്പൺ ടൈപ്പ്, തുറന്ന രക്തപര്യനമാണ്. ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റി ഈസ് കാൾഡ് ഹീമോസീൽ. അവിടെ ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റിക്ക് വിളിക്കുന്ന പേര് ഹീമോസീലാണ്. കളർലെസ് ബ്ലഡിനെ വിളിക്കുന്ന പേര് ഹീമോലിംഫ് എന്നാണ്. ഇനി ഹീമോലിംഫ് എന്ന് പറഞ്ഞാൽ അതിൽ കളർലെസ് പ്ലാസ്മയും ഉണ്ട്, അതുപോലെ തന്നെ ഹീമോസൈറ്റ്സ് എന്ന് പറഞ്ഞ ബ്ലഡ് സെൽസും ഉണ്ട്. ഈ കോക്രോച്ചിൻ്റെ ബ്ലഡിൽ പിഗ്മെൻറ്റ്, ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻറ്റ് ഇല്ല. ഇനി അടുത്തത്, കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ 13 ചേമ്പറുകളുള്ള ഡോഴ്സൽ ഹാർട്ടുണ്ട്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. ആ മാല പോലെ ഇരിക്കുന്നതാണ് ഡോഴ്സൽ ഹാർട്ട്. അതിൽ 13 ചേമ്പറുകളുണ്ട്. ഈ ഹാർട്ടിനെ ചുറ്റി പെരികാർഡിയൽ സൈനസ് ഉണ്ട്, അതിനെ ചുറ്റി പെരിവിസറൽ സൈനസ് ഉണ്ട്, അതിനെയും ചുറ്റി പെരിന്യൂറൽ സൈനസ് ഉണ്ട്. ആദ്യം ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഈ പെരിന്യൂറൽ സൈനസിലെത്തുന്നു. അവിടെ നിന്ന് ബ്ലഡ്
പെരി വിസറൽ സൈനസിലെത്തുന്നു. പെരി വിസറൽ സൈനസിൽ നിന്ന് ബ്ലഡ് പെരികാർഡിയൽ സൈനസിലെത്തുന്നു. വീണ്ടും അത് ഹാർട്ടിലേക്ക് കയറുന്നു. ഈ സൈക്കിൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. നെയിം ഓഫ് ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ്റെ പേരെന്താണ്? 10 pairs of trachea. 10 pairs of trachea. Its opening called spiracles. കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി ഓർഗനായിട്ട് പറയാൻ പറ്റുന്നത് 10 ജോഡി ട്രക്കിയ എന്ന് പറയുന്ന ഭാഗവും അതുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന അതിൻ്റെ സുഷിരങ്ങൾ സ്പൈറക്കിൾസുമാണ് അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ. ഈ സ്പൈറക്കിൾസ് ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമാണ് തുറക്കുന്നത്. കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം ഒരിക്കലും അതിൻ്റെ മൗത്തിലോ അല്ലെങ്കിൽ അതിന് തുറക്കാൻ വേണ്ടി നോസ്ട്രിൽസോ തലയിൽ ഇല്ല. ബോഡിയുടെ ഇരുവശങ്ങളിലുമാണ് തുറക്കുന്നത്. ഇനി ടിഷ്യൂസ് ഗെറ്റ് ഓക്സിജൻ ഡയറക്റ്റായിട്ടാണ് ഓക്സിജൻ ടിഷ്യൂസിന് ലഭിക്കുന്നത്. ഇനി സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച് ഹാസ് നോ റോൾ ഇൻ ക്യാരിയിങ് ഓക്സിജൻ. ജസ്റ്റിഫൈ. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഓക്സിജനും CO2 ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് യാതൊരുവിധ പങ്കുമില്ല. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ടിഷ്യൂസ് ഗെറ്റ് ഓക്സിജൻ ഡയറക്ട്ലി ഫ്രം ട്രക്കിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ബ്ലഡ് ഹാസ് നോ ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻറ്റ് ലൈക്ക് ഹീമോഗ്ലോബിൻ. നമ്മളെപ്പോലെയുള്ള ഹീമോഗ്ലോബിൻ പിഗ്മെൻറ്റ് അവിടെ ഇല്ല. സോ ബ്ലഡ് നെവർ ക്യാരി ഓക്സിജൻ. ബ്ലഡ് സെൽസ് ഹാസ് ഡിഫൻസ് ഇൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, എന്താണ് ബ്ലഡ് സെൽസിൻ്റെ അപ്പോൾ അവിടുത്തെ ജോലി എന്താണ്? അവിടെ ഡിഫൻസ് മെക്കാനിസത്തിനാണ് ബ്ലഡ് സെൽസിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഏതെങ്കിലും സൂക്ഷ്മജീവികളോ എക്സ്റ്റേണലായിട്ടുള്ള പൊടിപടലങ്ങളോ അകത്തേക്ക് പ്രവേശിച്ചാൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബ്ലഡ് സെൽസ് ഉപയോഗിക്കുന്നത്. ഡിസ്ക്രൈബ് അബൌട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ പറ്റി നമുക്ക് നോക്കാം. കോക്രോച്ച് ആദ്യമേ തന്നെ പറയാം, അത് യൂറിക്കോട്ടൈലിക്കാണ്. കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡാണ്. ഇനി എക്സ്ക്രീറ്ററി ഓർഗനീസ് മാൽപീജിയൻ ട്യൂബ്യൂൾ. കോക്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. അത് ബോഡിയിലുള്ള എക്സ്ക്രീറ്ററി വേസ്റ്റിനെ വലിച്ചെടുത്ത് അലിമെൻ്ററി കനാലിലൂടെ ആനസിലൂടെ പുറത്തേക്ക് കളയും. ഇനി ഇത് കൂടാതെ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, മാൽപീജിയൻ ട്യൂബ്യൂൾ കൂടാതെ, പ്രധാനപ്പെട്ടത് അതാണ്, പക്ഷേ അത് കൂടാതെ കോക്രോച്ചിന് എന്തെങ്കിലും എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാണ്? ഫാറ്റ് ബോഡി, നെഫ്രോസൈറ്റ്സ്, യൂറിക്കോസ് ഗ്ലാൻഡ്സ്. അതും എക്സ്ക്രീഷന് സഹായിക്കും. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത് പുസ്തകത്തിൽ ഒരൊറ്റ ലൈനിൽ അപ്രധാനമായിട്ട് കൊടുത്തേക്കുന്ന കാര്യമാണ്, പക്ഷേ അതെടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഫാറ്റ് ബോഡി, നെഫ്രോസൈറ്റ്സ്, യൂറിക്കോസ് ഗ്ലാൻഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. എക്സ്പ്ലെയിൻ നെർവസ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം അത്ര വലിയ ഡെവലപ്ഡ്, നമ്മളെപ്പോലെ ഡെവലപ്ഡ് അല്ല, എന്നാലും ഡെവലപ്ഡ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയ. അപ്പോൾ കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം എടുത്തു നോക്കിയാൽ അതിൻ്റെ ശരീരത്തിൻ്റെ വെൻട്രൽ ഭാഗത്തുകൂടെ പാസ് ചെയ്യുന്ന ഒരു ഡബിൾ വെൻട്രൽ നെർവ് കോഡ് കാണാം. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഏകദേശം 9ഓളം ഗാംഗ്ലിയോൺസ് ഉണ്ട്. ഇനി അതിൽ ഏറ്റവും വലിയ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് സൂപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ ആണ്. അതിനെയാണ് ബ്രെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് വിൽ പ്രൊവൈഡ് നെർവ്സ് ടു ആൻറ്റിനെ ആൻഡ് കോമ്പൗണ്ട് ഐസ്. പക്ഷേ ഇത് തലയിലല്ല കാണപ്പെടുന്നത്, തലയ്ക്ക് തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ കോക്രോച്ചിൻ്റെ ബ്രെയിൻ ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ നോട്ട് ഇൻ ഹെഡ്, അതിന് തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാരണം. അപ്പോൾ നെർവസ് സിസ്റ്റം ഒന്ന് വേഗമായിപ്പോയി, ഒന്നും കൂടെ അതിനെ കറക്റ്റായിട്ട് പറയാം. Nervous system of cockroach has double ventral nerve cord and associated 9 ganglia. അതിൽ 3 ganglions are in thorax while 6 are in abdominal area. അതിൽ ഈ തൊറാക്സിൽ കാണപ്പെടുന്ന അബ്ഡമനിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന അബ്ഡമനെ ഗാംഗ്ലിയോണിനെ വിളിക്കുന്ന പേര് സൂപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ അഥവാ ബ്രെയിൻ എന്നാണ്. ദാറ്റ് വിൽ പ്രൊവൈഡ് നെർവ്സ് ടു ആൻറ്റിനെ ആൻഡ് ആൻറ്റിന്യൂൾസ് ആൻഡ് കോമ്പൗണ്ട് ഐസ്. ഇതിനൊക്കെ കൊടുക്കുന്നത്, ഈ നെർവ്സിനെ സപ്ലൈ ചെയ്യുന്നത് ഈ സൂപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ ആണ്. ഇനി ഈ സൂപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോണിനെ ബ്രെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇഫ് ദ ഹെഡ് ഓഫ് ദ കോക്രോച്ച് ഈസ് കട്ട് ഓഫ് ഇറ്റ് വിൽ സർവൈവ് ഫോർ വീക്ക്. ജസ്റ്റിഫൈ. ഹെഡ് മുറിച്ച് കളഞ്ഞാലും ഒരാഴ്ചയോളം അത് സർവൈവ് ചെയ്യും. ഫുഡ് വിത്തൗട്ട് ഫുഡ് അത് പട്ടിണിയായിരിക്കും. പക്ഷേ തല മുറിക്കുമ്പോൾ നമ്മളൊക്കെ സ്പോട്ടിൽ മരിക്കണമല്ലോ, പക്ഷേ കോക്രോച്ച് മരിക്കില്ല. കോക്രോച്ച് ഒരാഴ്ച കഴിഞ്ഞ് അവസാനം പട്ടിണി കൊണ്ടായിരിക്കും ചാവുന്നത്. കാരണം എന്ത് എന്നാണ് ചോദ്യം. സൂപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ ഓർ ബ്രെയിൻ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഹെഡ്. ഹെഡ് ഹാസ് ഓൺലി എ ബിറ്റ് ഓഫ് നെർവസ് ടിഷ്യൂ. കാര്യം സൂപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ അഥവാ ആ ബ്രെയിൻ കാണപ്പെടുന്നത് ഹെഡിലല്ല. ഹെഡിൽ അല്പം നെർവസ് ടിഷ്യൂ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഈസ് കട്ട് ഓഫ് ഇറ്റ് വിൽ സർവൈവ് ഫോർ എ വീക്ക്.
ഈവൻ ഫോർ 1 വീക്ക് ഇറ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് ഫുഡ്. ഒരാഴ്ചയോളം അതിന് ഫുഡില്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റും. അതാണ്. ഇഫ് ഹെഡ് ഓഫ് ദ കോക്രോച്ച് ഈസ് ഡിപ്പ് ഇൻ വാട്ടർ ഇറ്റ് നെവർ ഡൈ ഡ്യൂ ടു സഫോക്കേഷൻ. വൈ? കാര്യം കോക്രോച്ചിനെ പിടിച്ച് എൻ്റെ തല വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ, നമ്മളെ തന്നെ ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ തല വില്ലൻ യഥാർത്ഥത്തിൽ ആരെങ്കിലുമൊക്കെ തല പിടിച്ച് ഈ ടാങ്കിലൊക്കെ മുക്കി കുറച്ച് നേരം കണ്ട് സഫോക്കേഷൻ വന്ന് മരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്താൽ കോക്രോച്ച് മരിക്കില്ല. കാരണം എന്ത്? കാരണം ഇതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ തുറക്കുന്നത് ശരീരത്തിൻ്റെ റെസ്പിറേറ്ററി ഓർഗനായിട്ടുള്ള ട്രക്കിയ തുറക്കുന്നത് ശരീരത്തിൻ്റെ ഇരുവശത്തുമാണ്, അല്ലാതെ തലയിൽ നോസ്ട്രലിലൂടെ അല്ല തുറക്കുന്നത്. അതുകൊണ്ട് തല വെള്ളത്തിൽ മുക്കിയാൽ ഇതിന് ശ്വസിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ കാര്യം. കോക്രോച്ച് ഹാസ് 10 pair of trachea which opens through small opening called spiracles situated either side of the body. അതായത് ബോഡിയുടെ ഇരുവശത്തുമാണ് തുറക്കുന്നത്. കോക്രോച്ച് ടേക്ക് അറ്റ്മോസ്ഫിയർ എയർ ത്രൂ ദ സ്പൈറക്കിൾസ്, നോട്ട് ടേക്ക് എയർ ത്രൂ ദ നോസ്ട്രൽസ് ലൈക്ക് ഗ്ലാസ്. നമ്മളെപ്പോലെ നോസ്ട്രൽസിലൂടെ അല്ല അവർ എയർ എടുക്കുന്നത്. സോ ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഈസ് ഡിപ്പ് ഇൻ വാട്ടർ നെവർ ഡൈ ഡ്യൂ ടു സഫോക്കേഷൻ. വാട്ട് ആർ ദ സെൻസ് ഓർഗൻസ് ഓഫ് കോക്രോച്ച്? കോക്രോച്ചിൻ്റെ സെൻസ് ഓർഗൻ, ഫെൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സെൻസ് ഓർഗൻസ് എന്ന് വായിക്കണം. സെൻസ് ഓർഗൻസ് ഓഫ് കോക്രോച്ച്. സെൻസ് ഓർഗൻസ് ഓഫ് കോക്രോച്ചിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റിനയുണ്ട്, ഐസ് ഉണ്ട്, അത് കോമ്പൗണ്ട് ഐ ആണ്, സംയോജിത നേത്രമാണ്. അടുത്തത് മാക്സിലറി പാൽപ്സ്, അതായത് മാക്സിലയുടെ ചില പാൽപ്സ് ഉണ്ട്, അത് സെൻസറി ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കും. ലേബിയൽ പാൽപ്സ്, അതുപോലെ ഏനൽ സിറൈ, ഇതെല്ലാം സെൻസറി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓർഗൻസ് ആണ്. വാട്ട് ഈസ് പാറോമെറ്റബോളസ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇതുവരെ കേട്ടിട്ടുണ്ടാത്ത വാക്കായിരിക്കും. പാറോമെറ്റബോളസ്. ഡെവലപ്മെൻറ്റ് ത്രൂ നിംഫൽ സ്റ്റേജ് ഈസ് കാൾഡ് പാറോമെറ്റബോളസ്. കോക്രോച്ചിന് അതിൻ്റെ ലാർവൽ സ്റ്റേജ് അല്ല, യഥാർത്ഥത്തിൽ കോക്രോച്ചിൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ, കോക്രോച്ചിൻ്റെ കുഞ്ഞ് അതിൻ്റെ അഡൽറ്റിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിന് വിങ്സ് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ സവിശേഷത. അത് ഒരിക്കലും ലാർവ എന്ന് വിളിക്കാൻ പറ്റില്ല. കോക്രോച്ച്, ദ യങ് വൺ ഓഫ് കോക്രോച്ച് ഇറ്റ് വിൽ ബി റിസംബിൾസ് ടു ദ അഡൽട്ട് എക്സെപ്റ്റ് വിങ്സ് ഇല്ല എന്ന് മാത്രമേ കാണപ്പെടൂ. വിങ്സ് ഇല്ല എന്നുള്ള ഒറ്റ കാര്യമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും കോക്രോച്ചിൻ്റെ അഡൽറ്റിനെ പോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് നിംഫ് സ്റ്റേജ്. അങ്ങനെ നിംഫ് സ്റ്റേജിലൂടെ ഒരു മെറ്റമോർഫോസ് ചെയ്ത് അഡൽട്ട് ആകുന്നതിനെ വിളിക്കുന്ന പേരാണ് പാറോമെറ്റമോളസ്. നിംസ് ലുക്ക് ലൈക്ക് അഡൽട്ട്, ദേ മൗട്ട് 13 times ടു റീച്ച് ദ അഡൽട്ട്. 13 തവണ മൗൾട്ടിംഗ് പ്രോസസ്സ്, എഗ്ഡൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ടാണ് അഡൽട്ട് ആകുന്നത്. only adult cockroach have wings. What are the economic importance of cockroach? കോക്രോച്ചിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. They are pests because they destroy the food and contaminate it their smelly excreta. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർഡ് ഫുഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോക്രോച്ച് പെസ്റ്റാണ്, അത് അങ്ങോട്ട് കയറും, അത് തിന്ന് നശിപ്പിക്കും, കൂടാതെ ഒരു സ്മെല്ലുള്ള എക്സ്ക്രീറ്റ അതിൽ നിക്ഷേപിക്കുകയും ചെയ്യും. ഇറ്റ് ആൾസോ ട്രാൻസ്മിറ്റ് സം ബാക്ടീരിയൽ ഡിസീസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ് അങ്ങനെയുള്ള രോഗങ്ങൾ ഇതിൽ പകർത്തുമെന്നും ആണ് പറയപ്പെടുന്നത്. ഇനി വാട്ട് ആർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് കോക്രോച്ച്? കോക്രോച്ചിൻ്റെ മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എ പെയർ ഓഫ് ടെസ്റ്റിസ്, വാസ് ഡിഫറൻസ്, സെമിനിയൽ വെസിക്കിൾ, ഇജാക്കുലേറ്ററി ഡക്ട്, മെയിൽ ഗോണോപോർ, ഫാലിക് ഗ്ലാൻഡ്, മഷ്റൂം ഗ്ലാൻഡ്. എന്നാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എ പെയർ ഓഫ് ഓവറീസ്, ഓവിഡക്സ്, കോമൺ വജൈന, ജനൈറ്റൽ ചേംബർ, സ്പെമാത്തിക്ക, കൊളാട്രൽ ഗ്ലാൻഡ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. മഷ്റൂം ഗ്ലാൻഡ്സും ഫാലിക് ഗ്ലാൻഡ്സും, മെയിൽസിൽ കാണപ്പെടുന്ന മഷ്റൂം ഗ്ലാൻഡും ഫാലിക് ഗ്ലാൻഡ്സും സ്പേംസിനെ നറിഷ് ചെയ്യും. എന്നാൽ ഫീമെയിൽസിൽ കാണപ്പെടുന്ന കൊളാട്രൽ ഗ്ലാൻഡ്സ് ആണ് ഊത്തീക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാര്യം കോക്രോച്ചിൻ്റെ മുട്ടയ്ക്ക് വിളിക്കുന്ന പേരാണ് ഊത്തീക്ക, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കൊളാട്രൽ ഗ്ലാൻഡ്സ്. ഇനി അതുപോലെ തന്നെ സ്പെമാത്തിക്ക എന്ന് പറഞ്ഞാൽ മെയിൽസ് മേറ്റിംഗ് സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്പേംസ് കളക്ട് ചെയ്ത് വെക്കുവാനുള്ള ഫീമെയിൽസിൻ്റെ ഉപാധിയാണ് സ്പെമാത്തിക്ക. ഇനി ഊത്തീക്ക ഈസ് എ ഡാർക്ക് റെഡിഷ് ബ്രൗൺ ക്യാപ്സ്യൂൾ. ഊത്തീക്ക എന്ന് പറഞ്ഞാൽ കോക്രോച്ചിൻ്റെ മുട്ട ഒരു വലിയതാണ്, അതുപോലെ തന്നെ റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ്. അതിന് 8 millimeter ലെങ്ത് വരും. ഒരു ഫീമെയിൽ ഏകദേശം 9 മുതൽ 10 ഊത്തീക്ക വരെ ഡെപ്പോസിറ്റ് ചെയ്യും. അത് ഓരോന്നിനകത്തും 14 മുതൽ 16 എഗ്സ്, യഥാർത്ഥത്തിലുള്ള എഗ്സ് ഉണ്ടാകും. ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ മറക്കണ്ട. ഇനി അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും
പൂർണ്ണമായും കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട്സ് ആൻഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ, താങ്ക് യു.